ഹലോ, വിച്ചൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ്. എപ്പോഴും ഓരോ കുക്കിങ്ങും കണ്ടിട്ടും നിങ്ങൾക്ക് തന്നെ ബോറടിക്കില്ലേ? അതുകൊണ്ട് ഇന്നൊരു ക്ലീനിങ് ആവാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ സിറ്റൗട്ടിൽ നിന്നാണ് തുടങ്ങിയത്. എന്നും ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാം അടിച്ചു തൂത്ത് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാറാലകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ സന്ധ്യയായി കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കും. ഈ പ്രാണികളെ കൊണ്ട് തന്നെ വലിയ ശല്യമായിട്ടിരിക്കുക. ഈ പ്രാണികൾ വീട് മൊത്തം അങ്ങാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് എല്ലായിടവും ഒന്ന് അടിച്ചു തൂത്ത് ക്ലീനാക്കിയാണ് ഇടുന്നത്. സിറ്റൗട്ടിൽ തന്നെ മാത്രമാണ് മൊത്തം ചെറിയ ചെറിയ പ്രാണികളാണ്. ഈ പ്രാണികൾ സിറ്റൗട്ട് ഫുൾ അങ്ങാവും. അതുകൊണ്ട് അവിടെ മേലെല്ലാം ഞാനൊന്ന് അടിച്ചു തൂത്ത്, ബാക്കിയുള്ളവിടെ എല്ലാം ഞാൻ അന്നേരം തന്നെ തൂത്ത് വൃത്തിയാക്കി ഇടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ വലിയ മാറാലകളോ പൊടികളോ ഇല്ല. ഞാൻ പിന്നെ സിറ്റൗട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനങ്ങ് ഹാളിലേക്ക് ഇറങ്ങി. ഹാള് വൃത്തിയായതിന് ശേഷമാണ് ബാക്കി പരിപാടികളിലേക്ക് പോകുന്നത്. ആദ്യം തൂത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാൻ സ്പീഡിലങ്ങ് തുടയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഇളയ മോനും ഇന്ന് ക്ലീനിങ്ങിൽ കൂടിയിട്ടുണ്ട്. അത് കാരണം വേറൊന്നും കൊണ്ടല്ല, വീഡിയോയ്ക്കകത്ത് വരാനുള്ള ഇതുകൊണ്ട് തന്നെയാണ്. വീഡിയോയിൽ അവൻ്റെ മുഖം വരണം എന്നും പറഞ്ഞ് തന്നെ അവൻ ഈ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് പല അഭ്യാസങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ എല്ലായിടവും ഒന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കി. നമ്മൾ ബെഡ്റൂമിൽ പിന്നെ മെത്തയൊന്ന് തട്ടിക്കുടഞ്ഞൊന്നും ഇട്ടില്ലായിരുന്നു. ഞാനത് പിന്നെ അതെല്ലാം തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിട്ടതിന് ശേഷമാണ് അവിടെ എല്ലാം തൂത്ത് ക്ലീൻ ചെയ്തത്. എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു കുന്ന്. എല്ലാം കളിക്കുന്ന സാധനങ്ങൾ മൊത്തവും കൊണ്ടുവന്ന് അവിടെ വാരി വലിച്ചിട്ടിരുന്നു. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി പിന്നീട് ഒട്ടും താമസിക്കാതെ തന്നെ അങ്ങ് തുടച്ചിടാനായിട്ട് പോയി. അതും സിറ്റൗട്ടിൽ നിന്ന് തന്നെ തുടച്ച് ഡൈനിങ് റൂമും എല്ലാം തുടച്ച് വൃത്തിയാക്കി ആണ് വരുന്നത്. ഇത് എത്ര തുടച്ചാലും വൃത്തിയാവാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഡൈനിങ് റൂമാണ്. ഞാൻ എപ്പോൾ തുടച്ചിടും, അത് കഴിയുമ്പോൾ അവന്മാർ വന്ന് ഭക്ഷണം കഴിക്കാൻ വരും, അവിടെ മൊത്തം വാരി വലിച്ചിടും. പിന്നെയും അത് തന്നെ. ഈ ഡൈനിങ് റൂം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ആവാത്തതെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ അങ്ങനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിയുമ്പോൾ ആ വീട് കാണാൻ എന്തൊരു ഭംഗിയാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു 5 മിനിറ്റ് പോലും ഈ വീട് വൃത്തിയായിട്ടിരിക്കത്തില്ല. ഈ പറയുന്ന കണക്ക് ഡൈനിങ് റൂം തന്നെയാണ്, ബാക്കിയുള്ളതെല്ലാം ഒരുവിധം വൃത്തിയായി തന്നെ കിടക്കും. ഡൈനിങ് റൂം മാത്രമാണ് എൻ്റെ വീട്ടിൽ വൃത്തികേടായി കിടക്കുന്നത്. അങ്ങനെ തുടപ്പെല്ലാം കഴിഞ്ഞു. എന്തോരം സ്പീഡിലാണ് തുടപ്പെല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് തുണി ഇന്ന് രാവിലെ തുണി കഴുകിയിടുന്നതാണ്. പക്ഷേ തുണി കഴുകിയിടാൻ വെയിൽ കാരണം തുണി കഴുകിയിട്ടില്ല. അപ്പം പെട്ടെന്ന് തന്നെ തുണിയും കഴുകിയിട്ട് ഒന്ന് കുളിച്ച് ഇറങ്ങി കട്ടൻ ചായ ഇട്ടു. അത് കഴിഞ്ഞ് കട്ടൻ ചായ അടുപ്പിൽ വെച്ചതിന് ശേഷം വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നെ പോയി കട്ടൻ ചായ കുടിക്കാനായിട്ടിരുന്നത്. ടി വിയും വെച്ച് കട്ടൻ ചായ കുറച്ച് നേരം കുടിച്ച് ഇങ്ങനെ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ തുടക്കാവുന്നേ ഉള്ളൂ, എല്ലാമൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.